നിഷയോടാണ് പറഞ്ഞത്. ഞാൻ പറയാത്ത കാര്യം പറയരുതെന്നാണ് പറഞ്ഞത്. അപ്പോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ പറയാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് വീട്ടിൽ പോയി നോക്കിയാൽ മതി. ഞങ്ങൾ പറയട്ടെ, സംസാരിക്കട്ടെ, ഇതൊരു ചർച്ചയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായും പ്രശ്നം ഇപ്പൊ എന്താ ഇപ്പൊ പറഞ്ഞു ഇപ്പോ ഉണ്ണികൃഷ്ണൻ സംഭവിച്ചും അവിടുത്തെ ഉദ്യോഗസ്ഥരും മാത്രമല്ല എടോ വിവരം കേട്ടവരൊന്നും മിണ്ടായിരിക്കും. ഇവിടെ കാര്യം മാത്രം പ്രസവക്കാന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ താങ്കൾ വീട്ടിലാണെങ്കിൽ ഫോട്ടോ ആണ്, അത് നോക്കി വിളിച്ചാൽ മതി. ഫോട്ടോ ഉണ്ടെങ്കിൽ അത് നോക്കി വിളിച്ചാൽ എടോപോടെന്നൊക്കെ വിളിക്കുന്നത് വീട്ടിലേതെങ്കിലും മുതിർന്ന ആളുകളുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി, ഇങ്ങോട്ട് വിളിക്കണ്ട. തന്റെ അവസരം വീട്ടിൽ ആരെങ്കിലും മുതിർന്നവരുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി, അവരെ വിളിച്ചാൽ മതി, ഇങ്ങോട്ട് വിളിക്കണ്ട. ഇങ്ങോട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞേട്ടാ താങ്കൾ പോയി പിണറായി ഒരു കേസ് കൊടുക്ക്. നമുക്ക് അത്തരത്തിലുള്ള പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ഡിബേറ്റിലേക്ക് പോകാൻ ശ്രീ ചാമക്കാല. ശ്രീ സുരേഷ് കുമാർ വേണ്ട, ശ്രീ ചാമക്കാല പറഞ്ഞു പൂർത്തിയായി. ഞാൻ വിളിച്ചില്ലല്ലോ, മര്യാദയ്ക്ക് തിരുവാതുറപ്പിക്കല്ലേ. താൻ വിളിച്ചാ പിന്നെ എനിക്ക് പറയാൻ ഇല്ല, അത്തരം വെല്ലുവിളികളോ ഭീഷണിയോ ഒന്നും വേണ്ട. ഈ പ്ലാറ്റ്ഫോം ഒന്നും അനുവദിക്കാൻ കഴിയില്ല. ഞാൻ മിണ്ടായിരിക്കാൻ എന്താ തന്റെ കീഴ വീട്ടുകാരനാണോ? താനാരാ? ഞാൻ എന്റെ അവസരത്തിൽ സംസാരിക്കുമ്പോൾ മിണ്ടായിരിക്കാൻ പറയണം. വിവരം കേട്ടവൻ, മനസ്സിലായില്ലേ? എന്നെ മര്യാദ എന്നെ മര്യാദ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഞാൻ താങ്കൾ മിണ്ടായിരിക്കണോ? ഞാൻ മിണ്ടായിരുന്ന ആളാ. ഞാൻ സംസാരിക്കുമ്പോൾ പറ്റില്ല. നമുക്ക് മാന്യമായിട്ടുള്ള ഡിബേറ്റിലേക്ക് സുരേഷ് കുമാർ വിളിക്കേണ്ടി വന്നാൽ വിളിക്കും, വിളിപ്പിച്ചാൽ വിളിക്കും, വിളിക്കേണ്ടി വന്നാൽ വിളിക്കും, വിളിപ്പിച്ചാൽ വിളിക്കും. സാധാരണ മനുഷ്യൻ കൂടുതൽ വേണ്ട, മര്യാദയ്ക്ക് സംസാരിക്കണം. പറഞ്ഞേട്ടാ, താൻ ആരോടെ ഇടാന്ന് വിളിക്കാൻ? താൻ ആരാ എന്നെ ഇടാന്ന് വിളിക്കാൻ? പിണറായിക്ക് എന്താ 3 കാലുണ്ടോ? താൻ ആരാ 4 കാലുണ്ടോ? ശ്രീ സുരേഷ് കുമാർ ദയവായി രണ്ടുപേരും പ്രകോപനം ഉണ്ടാക്കരുത്. ചാമക്കാല ദേവസ്വം ബോർഡിന്റെ പറഞ്ഞത് ചാനൽ ഫ്ലോറിൽ എടോ നല്ല വിളിച്ച് സംസാരിക്കേണ്ടത്, മനസ്സിലായോ? താൻ മര്യാദ പഠിപ്പിക്കണം. താൻ ആരെടുത്താ മര്യാദ കാണിക്കുന്നത്? ഞാൻ തന്നെ പോലെ നീ എടോന്ന് വിളിക്കുമ്പോ നിൽക്കുമ്പോ ചോദിച്ചാൽ ഉത്തരം പറയില്ല. ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ അവസരത്തിൽ ഞാൻ താങ്കളുടെ അവസരത്തിൽ ഞാൻ ഇടപെട്ടപ്പോ താങ്കൾ നിയന്ത്രിച്ചില്ലേ? മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദയ്ക്ക് സംസാരിക്കണം. തിരിച്ച് അതേപോലെ കേൾക്കും. അല്ലല്ല, അതേപോലെ കേൾക്കും. പാലും ചൂട്ടി പോകില്ല. അങ്ങനെ പോകുന്നവര് കാണുമായിരിക്കും. ഞാൻ തന്നെ അഭിപ്രായം. താൻ ആര്? നീ ഒന്നുമല്ല.